കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അമ്പിളിയമ്മാവ താമര കൊമ്പിലെന്തുണ്ട്? അമ്പിളിയമ്മാവ താമര കൊമ്പിലെന്തുണ്ട്? കുമ്പിട്ടിരുപ്പാണോ മാനതെ കൊമ്പനാനപ്പുറത്ത്? കുമ്പിട്ടിരുപ്പാണോ മാനതെ കൊമ്പനാനപ്പുറത്ത്? അമ്പിളിയമ്മാവ താമര കൊമ്പിലെന്തുണ്ട്? ഈ പാട്ട് എങ്ങനെ പഠിച്ചു? ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ അമ്പിളിയമ്മനെ കാണിച്ചുകൊണ്ട് സ്ഥിരമായി ഈ പാട്ട് പാടിത്തരുമായിരുന്നു. അല്ല, എനിക്കൊരു സംശയം. ഇന്നത്തെ റേഡിയോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിട്ട് ഓർമ്മിച്ചപ്പൊക്കെ തുറന്ന് പാട്ടും പാടിയിരുന്നാൽ മതിയോ? ഇന്നത്തെ തീരമുറത്തപ്പോൾ ഞാൻ അറിയാതെ പാടിപ്പോതോ. ഓ, ഞാൻ മറന്നു. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. അതെ അതെ, എന്നാൽ റേഡിയോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയാലോ? ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റേഡിയോ പേരിന്റെ പുതുപുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്ന് നൈനയിലെ ബോബി ടീച്ചറോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ അനീറ്റ, ആദിത്യ, അമേയ, സൈനി. തൻ്റെ പഴയകാല ഓർമ്മച്ചെപ്പുകൾ തുറന്നുകൊണ്ട് 2004 മുതൽ സെന്റ് ഫിലോമിനാസിലെ വാനമ്പാടിയായിരുന്ന സിയാര ഓഷിൻ ഡോക്ടർ സിയാര ഓഷിനായി മാറിയതിന് സെന്റ് ഫിലോമിനാസിലെ സ്കൂളിനോടുള്ള കടപ്പാട് തൻ്റെ വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് അഭിമാനത്തോടെ കേൾക്കാം. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രിയരെ, ഞാനും നിങ്ങളെപ്പോലെ സെയിൻറ്റ് ഫിലോമിനാസിൻ്റെ പരിലാളനം ഏറ്റുവാങ്ങിയ ഒരു മകളാണ്. പ്രിയപ്പെട്ട അധ്യാപകരെയും നല്ല സുഹൃത്തുക്കളെയും വിട്ട് സെയിൻറ്റ് ഫിലോമിനാസിൻ്റെ പടികളിറങ്ങിയപ്പോൾ ഒത്തിരി സങ്കടമായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയ സെയിൻറ്റ് ഫിലോമിനാസിലെ സമർത്ഥരായ സ്നേഹമുള്ള അധ്യാപകർ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നെനിക്ക് ഒരു ഡോക്ടറായി തീരുവാൻ കഴിഞ്ഞത്. എവിടെയും ഏത് പ്രതിസന്ധിയിലും തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്നത് ദൈവം അനുഗ്രഹിച്ച് നൽകിയ സെയിൻറ്റ് ഫിലോമിനാസ് HSS കൂനമാവ് പകർന്നു തന്ന കരുത്താണ്. ഇന്ന് ഈ റേഡിയോ പ്രിയോറിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുന്നു. എന്നെ പഠിപ്പിച്ച പ്രിയ അധ്യാപകർക്കും നിങ്ങൾ ഓരോരുത്തർക്കുമായി ഞാനൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവുമായി പൂങ്കാറ്റേ ലാലാ ലാ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. ചെല്ലക്കൂറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ചെല്ലക്കൂറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ നീണം ഏറ്റുപാടും സ്നേഹദേവദൂതകേ വരൂ.
നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ആരുടെ ദൂതുമായി ആടും മേഘമഞ്ചലിൽ ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസ കാറ്റേ ദേവദൂതർ പാടും ഈ വഴി ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവുമായി പൂങ്കാറ്റേ ലാലാലാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ ലാലാലാലാലാലാലാ. ഇനി നമുക്ക് ചാന്ദ്രദിന ഇംഗ്ലീഷ് സോങ് ആസ്വദിച്ചാലോ? ആലപിക്കുന്നത് ഫോറയിൽ നിന്നും ജോവാൻ തെരേസ ജെയ്സൺ. La la la, la 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 la, la 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 la, la la la. There is a moon while I walk at the top of the hill with a smile. Look at the moon shining up there, it gives us light all day and night. He dances in the sky with his stars. I love my moon, he loves me too. Satellite of the earth, moon on moon. July 21st, Chandra Dinam. La la la, la 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 la, la 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 la, la 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 la. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സുഹൃത്തുക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? തൻ്റെ സമയം വേണ്ട വിധം ഉപയോഗപ്പെടുത്താത്തവനും തൻ്റെ സമയം പാഴാക്കി കളയുന്നവനുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. അത് മനസ്സിലാക്കി തരുവാനായി ഒരു ചെറുകഥയുമായി എത്തുന്നു ഇമ്മാനുവൽ അജയ് ആൻ്റണി. ഒരിടത്ത് വളരെ ധനികനായ അച്ഛനും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം എന്നത് വളരെ വിലയേറിയതായിരുന്നു. എന്നാൽ മകനാകട്ടെ കുഴിമടിയനും അലസനുമായിരുന്നു. അവൻ തൻ്റെ സമയം ദിനംപ്രതി പാഴാക്കിക്കൊണ്ടിരുന്നു. മകൻ്റെ ഈ സ്വഭാവം മാതാപിതാക്കളെ വളരെയധികം വിഷമിപ്പിച്ചു. അച്ഛൻ വേണ്ട ഉപദേശങ്ങളെല്ലാം നടത്തിയെങ്കിലും അവന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ വില അവന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ അച്ഛൻ തീരുമാനിച്ചു. ഒരു ദിവസം അവനെയും കൂട്ടി ഒരു പാർക്കിലേക്ക് പോയി. 3 യാചകരുടെ അടുത്തെത്തി. താൻ കരുതി വെച്ച ഓരോ കെട്ട് പണം അവർക്ക് നൽകി. അടുത്ത വർഷം ഇതേ പാർക്കിൽ തന്നെ വീണ്ടും എത്തി. 3 യാചകരിൽ ഒരാളെ മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ. അയാളോട് അച്ഛൻ ചോദിച്ചു, "ഞാൻ തന്ന പണം നീ എന്തു ചെയ്തു?" അതിനു മറുപടിയായി അവൻ പറഞ്ഞു, "ആ പണം കിട്ടിയതിൽ പിന്നെ ഞാൻ 3 മാസം ഭിക്ഷയ്ക്ക് പോകാതെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു സന്തോഷവാനായി കഴിഞ്ഞു. പിന്നെ പണം തീർന്നു പോയപ്പോൾ ജീവിക്കാൻ വീണ്ടും ഭിക്ഷ എടുക്കേണ്ടി വന്നു. അതാണ് ഇവിടെ ഇരിക്കുന്നത്." കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പേരുടെ സ്ഥിതി എന്താണ്? ആ ഭിക്ഷക്കാരൻ മറുപടി പറഞ്ഞു, "അതിൽ ഓരോ ആൾ എവിടെയാണെന്ന് അറിയില്ല. മറ്റൊരാൾ ആ കാണുന്ന ഹോട്ടൽ വാങ്ങി." അച്ഛൻ ഉടനെ തന്നെ മകനെയും കൂട്ടി ആ ഹോട്ടലിലേക്ക് ചെന്നു. തനിക്ക് പണം തന്ന ആ വലിയ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം കൈ പിടിച്ച് ഹോട്ടൽ ഉടമ നന്ദി പറഞ്ഞു. "എനിക്ക് തന്ന പണം കൊണ്ട് ഞാൻ ഈ ഹോട്ടൽ വാങ്ങുകയും അതിൽ കച്ചവടം നടത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഒരാൾ ഉണ്ടായല്ലോ, അയാൾ എവിടെ പോയി നിനക്കറിയാമോ?"
അവൻ പറഞ്ഞു. അയാൾ ചൂത്ത് കളിച്ച് ആ പണം മുഴുവനും നഷ്ടപ്പെടുത്തി. ഇപ്പോഴും ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. യാതൊരു വ്യത്യാസവുമില്ല. അച്ഛൻ മകനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. "മകനെ, ഞാൻ 3 പേർക്കാണ് ഓരോ അളവിൽ ഒരേ ദിവസം പണം കൊടുത്തത്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ മാത്രമേ പണം ചെലവഴിച്ചുള്ളൂ. ഇപ്പോൾ ജീവിക്കുവാനുള്ളതാണ്. ഇതിന് കാരണം തനിക്ക് ലഭിച്ച പണത്തെയും സമ്പാദ്യത്തെയും ഉപകാരപ്രദമായി മാറ്റാൻ സാധിച്ചതുകൊണ്ടാണ്. മകനെ, നമുക്ക് ലഭിക്കുന്ന സമയം വളരെ വിലയേറിയതാണ്. സമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പണം വേണമെങ്കിലും പിന്നീട് സമ്പാദിക്കാം." ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ പാഴാക്കാതെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ ഉയരുവാൻ എല്ലാവരും ശ്രമിക്കുക. ചന്ദ്രനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ! പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ഒന്ന് തൊടാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ്ങിനും എഡ്രിൻ ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചത് എത്ര ഭാഗ്യമാ അല്ലേ? ഇതാ കൂടുതൽ ചന്ദ്രവിഷയങ്ങളുമായി കുര്യൻ ജോസ് എത്തിക്കഴിഞ്ഞു. നമുക്കും അത് കേട്ടാലോ? ചാന്ദ്രവിശേഷം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ജൂലൈ 21-നാണ്. അന്നേ ദിനമാണ് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്ന ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21-ന് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിൻ ആണ്. മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന നീൽ ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്നു. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ശാസ്ത്ര ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും മറ്റു കൂട്ടുകാർക്കും ചാന്ദ്രദിനാശംസകൾ. ഹലോ കൂട്ടുകാരി, എന്നെ മനസ്സിലായോ? ഞാൻ ദക്ഷ ശരത്, സെന്റ് ഫിലോമിനസ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ശ്രീ MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് കാവാലൻ നാരായണൻ പണിക്കർ രചന നിർവഹിച്ച ഒരു ലളിതഗാനം നമുക്ക് കേട്ടാലോ? കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയതിൽ വ്യാണു രാങ്കിലമാം രാസ ക്രീഡാകഥയിലെ നായികേ ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ലജ്ജാ വിവശി ലജ്ജാ വിവശി ലജ്ജാ വിവശി നിൻ മനം കവരാൻ ഒളി കണ്ണിലൂടെ കപടഭാവത്തോടെ ലജ്ജ വിവശി നിൻ മനം
വായാട്ടും കാട്ടി ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി അവൻ തേൻ വണ്ടായി മധു തേടി ഈയോട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ചന്ദ്രദിന വിശേഷങ്ങൾ എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടില്ലേ? തിങ്കളാഴ്ച ചന്ദ്രദിന ക്വിസ് മത്സരം സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്. ക്വിസിൽ പങ്കെടുക്കുന്നതിനായി നമുക്ക് ഇന്നു തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയാലോ? അതാ നമ്മുടെ ക്വിസ് മാസ്റ്റർ ആരോമൽ എത്തിക്കഴിഞ്ഞു. ചോദ്യോത്തരങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് പഠിച്ചാൽ നാളെ സമ്മാനം ഉറപ്പാണ്. നമസ്കാരം, ചാന്ദ്രദിന ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചാന്ദ്രദിന ക്വിസിന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഒരു ബുക്കും പേനയുമായി റെഡി ആയിരിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. 2024 അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം: നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു. ചോദ്യം 2. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചതാര്? ഉത്തരം: മൈക്കൽ കോളിൻസ്. ചോദ്യം 3. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? ഉത്തരം: യൂജിൻ സെർനാൻ. ചോദ്യം 4. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഗലീലിയോ ഗലീലി. ചോദ്യം 5. ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യനെ എത്തിച്ച വാഹനം ഏതാണ്? ഉത്തരം: അപ്പോളോ 11. ചോദ്യം 6. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: APJ അബ്ദുൽ കലാം. ചോദ്യം 7. ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനം. ചോദ്യം 8. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ നായക്കുട്ടിയുടെ പേരെന്ത്? ഉത്തരം: ലേക്ക്. ചോദ്യം 9. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏതാണ്? ഉത്തരം: തിങ്കളാഴ്ച. ചോദ്യം 10. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം: ചാൾസ് ഡ്യൂക്ക്. ചോദ്യം 11. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം: ഡോക്ടർ എസ് സോമനാഥ്. ചോദ്യം 12. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം: 2023. ചോദ്യം 13. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം? ഉത്തരം: സെലനോളജി. ചോദ്യം 14. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ഉത്തരം: PSLV-11. ചോദ്യം 15. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറത്തിന് കാരണമെന്ത്? ഉത്തരം: ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. എല്ലാവരും ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്തില്ലേ? ചാന്ദ്രദിന ക്വിസിലേക്ക് പങ്കെടുത്ത ഏവർക്കും നന്ദി. ഇനി നമുക്കൊരു സംഘഗാനം കേട്ടാലോ? ബിച്ചു തിരുമല എഴുതി ഔസപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ഗാനം റേഡിയോ പിയറിലൂടെ നമുക്കായി ആലപിക്കുന്നത് ജോഷുവ, നിതിൻ ആൻഡ് ടീം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളമുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞും കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലായി തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം,
പുല്ലാങ്കുഴലിൽ കഥ പറയാം, ഉണ്ണികളിൽ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമ്മുടെ സ്കൂളിൽ നിന്നും ഒരാഴ്ചയിലും നടക്കുന്ന വിശേഷങ്ങൾ സ്കൂൾ വാർത്തയിലൂടെ നമുക്കായി പങ്കുവെക്കുന്നത് നൈനയിൽ നിന്നും ബദ്രിനാഥ്. നമസ്കാരം. ഈ ആഴ്ചയിൽ സ്കൂളിലെ പ്രധാന വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത് എറണാകുളം ജില്ലാ അസോസിയേറ്റ്സ് നടത്തിയ വടംവലി മത്സരത്തിൽ അണ്ടർ-17 ഗേൾസ് വിഭാഗത്തിലും അണ്ടർ-17 ബോയ്സ് വിഭാഗത്തിലും സെൻറ്റ് ഫിലോമിന സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അണ്ടർ-50 ബോയ്സ് വിഭാഗത്തിലും 2ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സെൻറ്റ് ഫിലോമിന സ്കൂളിന് സാധിച്ചു. എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല വടംവലി മത്സരത്തിലേക്ക് സെൻറ്റ് ഫിലോമിന സ്കൂൾ കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചു. വാർത്തകൾ സമാപിച്ചു. ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്, അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്, നിലാവുള്ള രാത്രിയിൽ നമ്മെ തഴുകിടും അമ്പിളി മാമനല്ലോ, നിലാവുള്ള രാത്രിയിൽ നമ്മെ തഴുകിടും അമ്പിളി മാമനല്ലോ, അമ്പിളി മാമ മനുഷ്യരിറങ്ങിയ ദിനമാണല്ലോ ഇന്ന്, അത് ചന്ദ്രദിനമല്ലോ, അമ്പിളി മാമൻ മനുഷ്യരിറങ്ങിയ ദിനമാണല്ലോ ഇന്ന്, അത് ചന്ദ്രദിനമല്ലോ, അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, അമ്പിളി മാമനെ കണ്ടു കൂട്ടരെ മാനത്ത് കണ്ടിരുന്നോ, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്, എന്തൊരു ചേലാണ് മാമന് എന്തൊരഴകാണ്. ഇനി ഇതുപോലെ കഥ പറയാനും GK ലെവൽ വർദ്ധിപ്പിക്കാനും പാട്ടുകൾ പാടാനും ഞങ്ങൾ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. ബോബി ടീച്ചറിനോടൊപ്പം ആദിത്യ അമ്മ ആൻഡ് അനീറ്റ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ